അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കോളേജ് ലൈഫിലെ ആദ്യത്തെ ഐവിയുടെ ടൂർ പ്ലാൻ പ്രസന്റ് ചെയ്യാനാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. Okay, now we wanted to give you the best possible views. അതിമനോഹരമായ വിഷ്വൽ. അത് സോറി, പക്ഷേ ഇതിലും മനോഹരമായ വിഷ്വൽസ്, വേൾഡ് ഫേമസ് പാലസുകൾ, ഹിസ്റ്റോറിക്കൽ ഫോർട്ട്സ്, സൗത്ത് ഇന്ത്യൻ കൾച്ചർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. നമ്മുടെ ഐവിയുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ പഠിച്ച വിജയനഗര എംപയറിന്റെ ക്യാപിറ്റൽ ആയിരുന്ന ഹംപിയാണ്. കമ്പി അല്ലടേ, ഹംപി. ഇതൊരു തീർത്ഥാടനമായിട്ട് തീരോ? ഞാനിപ്പോ മലയ്ക്ക് പോയി വന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഹംപിയിലേക്ക് മാത്രമല്ല പോകുന്നത്. 2 ദിവസത്തെ ഹംപി ടൂർ കഴിഞ്ഞ് നമ്മൾ നേരെ വിടുന്നു ഇന്ത്യയുടെ തന്നെ പാർട്ടി ക്യാപിറ്റലിലേക്ക്. ഐ വി ഡെസ്റ്റിനേഷൻ നമ്പർ 2, ഗോവ. 2 days in Hampi, 2 days in Goa. We are gonna have a blast, guys. ഇതൊന്നും ഇവിടെ നടക്കില്ല. ഗോവ എങ്ങനെയാ സൗത്ത് ഇന്ത്യയിലാകുന്നത്? Of course, sir. ടെക്നിക്കലി സ്പീക്കിംഗ് ഈ നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊരു ഡിവിഷൻ ഇല്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഗോവ സൗത്ത് ഇന്ത്യയിലാണ്. ഹംപിയിലും ഗോവയിലും ഏത് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ പോകുന്നത്? സർ, ഇൻഫോസിസ്, കോഗ്നിസെന്റ്, എക്സൽസോഫ്റ്റ്, ആബസോഫ്റ്റ്, LNT ഇതുപോലെ 50-ൽ പരം ഇൻഡസ്ട്രീസ് മൈസൂരിലുണ്ട് സർ. മൈസൂർ ഓൺ ദ വേ ആണ്. ട്രസ്റ്റ് മീ സർ, ഞങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് ഇതൊരു പെർഫെക്റ്റ് ഐ വി ആണ്. ഈ 4 ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങൾ ഇവിടെയൊക്കെ തിരിച്ചു പോയിട്ട് വരും? സർ, 27th വരെ ക്രിസ്മസ് ഹോളിഡേസ് ആണ്. 28th മുതൽ 31st വരെ ഞങ്ങൾ ഐവിക്ക് വേണ്ടി ലീവ് എടുക്കുന്നു. ഫസ്റ്റ് സൺഡേ ആണ്. സോ ബേസിക്കലി 4 ദിവസം ലീവ് എടുത്താൽ ഞങ്ങൾക്ക് 6 ദിവസം കിട്ടും. സർ, എല്ലാം ഓക്കെ അല്ലേ? അപ്രൂവ്ഡ്. സാറേ, ഇവരെ ഗോവയ്ക്ക് വിടാൻ പറ്റത്തില്ല സാറേ. അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല പറയട്ടെ. Okay, now we have a special surprise. ഐവിയുടെ ലാസ്റ്റ് ദിവസം 31st രാത്രി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നു ഇന്ത്യയുടെ തന്നെ ബിഗ്ഗസ്റ്റ് പാർട്ടിയിലേക്ക്. സൺഡൗൺ പാർട്ടി. വരുണേ, എന്താണോ സൺഡൗണിന്റെ ടിക്കറ്റ്സ് ഒക്കെ മാസങ്ങൾക്ക് മുമ്പ് വിറ്റുപോയി കാണില്ലേ? പിന്നെ ഈ അവസാന നിമിഷം എവിടെ നോപ്പിക്കാനാ? എന്തെങ്കിലും വഴി കാണാതെ ഞാൻ അത് ഏറ്റെടുക്കും. ടിക്കറ്റ്സിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഉണ്ണികൃഷ്ണൻ, come here. ഇപ്പൊ കേട്ടോ നടക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? ടക്ക് ന്യൂ ഷർട്ട്. ഇങ്ങനെയും ഡ്രസ് ചെയ്യാട്ടോ. What is this? ലഹു. Where is your ID? താനെന്താ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? തന്റെ മുഖം അത്രയ്ക്ക് മോശമാണോ? ആഹാ, തന്നെ ഓഫീസിൽ പോയി 1000 ഫൈൻ അടച്ച് പുതിയ കാർഡോടെ കൊണ്ട് കയറിയാൽ മതി. ഓക്കെ സാർ. സാർ, ഒരു 1000 രൂപ ഉണ്ട് കടമായിട്ട് എടുക്കാൻ. കറക്റ്റ്. ലവ് ലെറ്റർ എഴുതണോ? വല്ല കഷ്ടപ്പാട് നിനക്ക് വല്ല അറിയണോ? ഗുഡ് മോർണിംഗ് മാം. Good morning. Good morning. Good morning. Ma'am, ഇന്നെന്താ സ്പെഷ്യൽ? മാക്രോൺസ്. നിങ്ങളുടെ ഐവിക്ക് കൂടെ വരുന്ന ഫീമെയിൽ സ്റ്റാഫ് ഞാനായിരിക്കും. So see you all tomorrow. ആൻഡ് സ്റ്റുഡൻസ്, നാളെ നിങ്ങൾ പോകുന്ന ഐവിക്ക് മെയിൽ സ്റ്റാഫായി നിങ്ങളോടൊപ്പം വരുന്ന ഞാനായിരിക്കും. ഓക്കെ? ഇതൊക്കെ ഓക്കെ, ബട്ട് ഐ ഹാവ് വൺ കണ്ടീഷൻ. ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും ഒരുമിച്ചിരിക്കലൊന്നും നടക്കില്ല. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സ്ട്രിക്റ്റ് ഓർഡേഴ്സ് ഉണ്ട്. സോ പ്ലീസ് ഡോണ്ട് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മീ. ഇപ്പോഴാണ് സമാധാനമായത്. കപ്പിളായിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് ഭയങ്കര മോശമായി പോയല്ലേ? ഒന്ന് പോടാപ്പ. നീ ആദ്യം പോയി അവളോടൊന്ന് സംസാരിക്കുക, എന്നിട്ട് മതി കപ്പിളായിട്ട് പോയി ഇരിക്കലൊക്കെ. ഇതിപ്പോ ക്രിസ്തുവാണ് പറയുന്നതെങ്കിൽ സമ്മതിക്കും. അടുപ്പിച്ച് നിൽക്കുന്നേ. ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. വലിയ കുടി തുടങ്ങി എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാവരും മാറ്റിവെച്ചോ. നാളെ ഞാൻ എല്ലാവരും ബാഗ് ചെക്ക് ചെയ്യുന്നതാണ്. മേടിച്ച കുപ്പിയൊക്കെ എന്താ ചെയ്യണ്ടേ? അതൊന്നും രണ്ടല്ല, 5 ലിറ്ററാ, അതും ഹോട്ട്. പുള്ളിക്കാരൻ പൊക്കി അവിടെ കഴിഞ്ഞ ഐവി. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. അല്പം കടന്നു കഴിയാം. നീയോ? നീയല്ലേ കഴിഞ്ഞ ദിവസം ബസ് ബുക്ക് ചെയ്യാൻ വന്നേ? അതെ ചേട്ടാ, ഇവൻ എൻ്റെ ഫ്രണ്ടാ. സാറ് ബാഗ് കേൾക്കുമെന്ന് പറഞ്ഞു.
അതുകൊണ്ട് കുപ്പി ബസ്സിൽ ഒളിപ്പിക്കാൻ കരുതി. എന്നിട്ട് കുപ്പി എവിടെ ഒളിപ്പിച്ചേ? അത് ഈ സാറുമാരൊക്കെ ഇരിക്കുന്ന സീറ്റിന്റെ അടിയില. കൊള്ളാം, ആശാന്റെ നെഞ്ചത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ആശാന്റെ ആസനത്തിനടിയിൽ നിന്ന് ഇപ്പോഴാ കേൾക്കുന്നേ. നിങ്ങൾ വിട്ടോ. ശരി, ഗുഡ് നൈറ്റ്. എടാ മക്കളെ, അതെ, എന്റെ മനസ്സ് പറയുന്നു ഇതൊരു 1.5 ട്രിപ്പായിരിക്കും. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വെറുതെ വീലി 34, 36, 37, 38. ചിരിച്ചോടാ, നീ മുത്തല്ലേ? പോർട്ടബിൾ ചാർജർ എടുത്തോ? ഞാൻ എടുത്തു. ദിയ എന്താ തീരത്തെ? ഇതിന്റെ അകത്ത് കുപ്പിയൊന്നുമില്ലല്ലോ സാർ, ഇതിനകത്ത് കുപ്പിന്നില്ല സാർ. നിന്റെയൊക്കെ ബാഗ് പരിശോധിക്കണമെന്ന് ഞാൻ വിചാരിച്ച. അതിനെന്താ സാർ, പരിശോധിച്ചോളൂ സാർ, പരിശോധിച്ചോളൂ. ആദ്യം എൻ്റെ ആയിക്കോട്ടെ. കുപ്പിയൊന്നും ഇല്ല സാർ. എന്ത് മൊരണാണ്, എന്തിനടത്തും കലിപ്പ്. ബാഗ് ആവട്ടെ. എല്ലാരും കേറിയില്ലടാ. ആ, എല്ലാരും കേറി. പാ, വണ്ടി ഹമ്പിക്ക് വിടാം. ഒരാളും കൂടെ വരാനുണ്ട്. എന്താണ് നിന്റെ പേര്? അക്ഷയ്. നിന്റെയോ? ദിയ. നിനക്ക് എന്താണ് ഒരു നോട്ടം? ഇഷ്ടപ്പെട്ടോ അവളെ? ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടോ? എന്നാ നീ ഒരു കാര്യം ചെയ്, നീ അവളെ പ്രപ്പോസ് ചെയ്. എന്താണ് നീ ചിരിക്കണേ? ഇവള് കൊള്ളാലോ, നീ പ്രപ്പോസ് ചെയ്യണ്ട. താൻ ഇവനെ പ്രപ്പോസ് ചെയ്യും. ഞാനോ? ആ, അക്ഷയ്, ഐ ലവ് യു അക്ഷയ്. അക്ഷയ് യെസ് പറ അക്ഷയ്. എനിക്ക് അക്ഷയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അക്ഷയ് പറ അക്ഷയ്. അക്ഷയ് പ്ലീസ് അക്ഷയ്. ഐ ലവ് യു അക്ഷയ്. okay, ചേട്ടാ, ഒരു മതി, മതി. മിനിറ്റ്. അല്ല. അക്ഷയ് പ്ലീസ് അക്ഷയ്, എന്താ യെസ് പറയാതെ? അക്ഷയ് പ്ലീസ് അക്ഷയ് യെസ് പറ. അക്ഷയ്, അക്ഷയ് യെസ് പറ, യെസ് പറ. മതി, മതി, മതി. Okay, okay, ചേട്ടാ, ഒരു stop, സെക്കൻഡ്, ഇപ്പൊ stop. യെസ് പറ. മതി മതി, ക്ലാസ് പൂടി. മതി. Go to your classes. ബൈ അക്ഷയ്. ബൈ. Good morning, ma'am. Good morning, sir. Hey! Hello. നീ എവിടെ എത്ര നേരം? നിനക്ക് ലഗേജ് ഒന്നുമില്ലേ? ദേ ഉണ്ടല്ലോ. ഇവളെന്താടാ വീട് വിട്ട് ഇറങ്ങിയതാണോ?